മിഞ്ഞാന്നത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. വീണ്ടും അടുത്ത കല്യാണത്തിന് ഞങ്ങൾ പോകണമെന്ന്. അപ്പോൾ ഇന്നത്തെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്, പ്ലസ് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമായിരുന്നു. സ്റ്റുഡൻ്റായി പഠിച്ചിറങ്ങി പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്ന് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ടും വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ കല്യാണത്തിനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് മിക്കവാറും എല്ലാവരും തന്നെ വരും. അപ്പോൾ സ്റ്റാഫിനെയൊക്കെ ഞങ്ങൾ ഇതിന് മുൻപെടുത്ത കല്യാണത്തിൻ്റെ വീഡിയോയിലും കണ്ടു കാണും. അപ്പോൾ ഇന്നുണ്ടാവും കുറച്ച് സ്റ്റാഫൊക്കെ മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ വരും. കാരണം ഈ മണവാട്ടി ഞങ്ങളുടെ സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ സ്നേഹമാണ്. അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കല്യാണത്തിന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കമൻസിൽ കൂടെ എന്നും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാ നാട്ടിലേക്ക് പോകുന്നത്, നാട്ടിൽ പോകുന്നില്ലേ എന്നൊക്കെ. ഞങ്ങളിപ്പോൾ തീരുമാനം അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല, നോക്കുന്നു, പോകണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തീരുമാനമൊന്നും ഉറപ്പായിട്ടില്ല. തീരുമാനമൊക്കെ ഉറപ്പായി കഴിയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അത്രയ്ക്കാണ് ഷുവർ ആയിട്ടില്ലേ പോണ കാര്യത്തെ പറ്റി. 50-50 ആണ്, ചിലപ്പോൾ പോകുള്ളൂ ചിലപ്പോൾ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയാത്തത്. അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ. നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. 8:15 കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാത്രിയിലാണ് ഇവിടെ കല്യാണം. അപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇവിടുന്ന്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നിങ്ങളെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ബാക്കി വീഡിയോ കാണിക്കാം. ഇപ്പൊ ഇവിടെ കല്യാണത്തിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ പല സ്ഥലത്തും മാരേജ് ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ ഞങ്ങളുടെ കോട്ടേജിൽ നിന്ന് അങ്ങനെ ഒത്തിരി ദൂരമൊന്നുമില്ല. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ മാരേജ് ഹോളിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആ മാരേജ് ഹോളിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ. അപ്പൊ അവിടെ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് ആ മാരേജ് ഹോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു മാരേജ് ഹോളായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ഓപ്പൺ സ്പേസ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈഡ് സ്പേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒട്ടും കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഒട്ടും തോന്നിയില്ല. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്പം ബിഫോർ ടൈം തന്നെയാണെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ചെന്നേപ്പിക്കും നമ്മുടെ അടുത്തേക്ക് ഒരു ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ കിട്ടുന്ന ചാട്ട് എന്ന് പറയും ഞങ്ങള്. അപ്പോൾ ആ ചാട്ട് എന്ന് പറയുന്ന ഐറ്റം അത് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും അതൊക്കെ കയ്യിലെടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും അതിൻ്റെ ഒപ്പം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറച്ചൊക്കെ സ്റ്റാഫൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലാവരും തന്നെ എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോൾ അങ്ങനെ കൂട്ടത്തിലൊക്കെ നിന്ന് അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ 1-2 ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഏരിയയിലേക്ക് പോകണം. കാരണം നമ്മുടെ ഇനിയും സ്റ്റാഫ് വരാനുണ്ട്. അപ്പൊ എല്ലാവരും കുറച്ചുപേരും കൂടെയൊക്കെ വന്നിട്ട് നമുക്ക് മണവാട്ടിയുടെ അടുത്ത് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ ചെറിയ സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ ഏരിയയിൽ പോയി അവിടെ നിന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോരോ ഐറ്റം ആയിട്ട് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരുവിധം സ്റ്റാഫൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നമുക്ക് മണവാട്ടിനെ പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മണവാട്ടി ഇരിക്കുന്ന റൂമിലേക്ക് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മണവാട്ടിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോൾ ഓൾറെഡി ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, പ്രിൻസിപ്പാൾ അച്ഛൻ എല്ലാവരും അവിടെ ഉണ്ട്. അതുപോലെ സ്റ്റാഫ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ സമയം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. മണവാട്ടിയുടെ തൊട്ടടുത്ത് ഒരു കൊച്ചിനെയൊക്കെ എടുത്ത് നിൽക്കുന്നത് മണവാട്ടിയുടെ സിസ്റ്റർ കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതിനകത്താണ് മണവാട്ടി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. പിന്നെ മണവാട്ടിയുടെ തന്നെ ഫോട്ടോസും ഒത്തിരിയൊക്കെ എടുത്തു കേട്ടോ. ഓൾറെഡി അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഫോട്ടോസും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിലായിരുന്നു.
ഞങ്ങൾ ലേഡീസ് കുറച്ച് പേരൊന്നും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇത്തിരി സമയം മാറി. അതിനുശേഷം സാറുമാരെല്ലാവരും കൂടെ നിന്ന് അവരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലായിരുന്നു. ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് മണവാട്ടിനെ വിഷൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെയും 2 പേര് 3 പേരൊക്കെ വെച്ച് പിന്നെ ഫാമിലി ആയിട്ട് പിന്നെ കുറച്ച് സ്റ്റാഫായിട്ട് അങ്ങനെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കേട്ടോ. ഫോട്ടോ സെഷൻ തീരുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ ഫോട്ടോസ് ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മണവാട്ടിനെയൊക്കെ വിഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വേറെയും സാറുമാരൊക്കെ ആയിട്ട് നിന്ന് അവരും മണവാട്ടിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മണവാട്ടിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വെഡിങ് വിഷസ് ഒക്കെ അറിയിച്ച് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാണ്. കാരണം ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഓൾറെഡി നമ്മൾ രാത്രിയിലാണ് കല്യാണത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് നമുക്ക് തിരിച്ചു പോകുന്ന സമയമാകുമ്പോഴേക്കും നല്ല ലേറ്റ് ആകാറുണ്ട് എന്നും. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണവാളന്റെ വീട്ടുകാരൊക്കെ എത്താൻ ഇനിയും ഒത്തിരി സമയം പിടിക്കും കേട്ടോ. ഒത്തിരി താമസിച്ചാണ് അവരൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. മണവാട്ടിയുടെയും മണവാളിന്റെയും ഫ്ലെക്സ് നമ്മുടെ മാരേജ് ഹോളിന്റെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ മണവാളൻ. അപ്പൊ അത് ഫ്ലെക്സിൽ കൂടെ മാത്രമേ ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങള് അവരൊക്കെ എത്തുന്നത് വരെ നമുക്ക് ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേഗത്തിൽ തന്നെ പോകാണ്. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലെക്സിന്ന് ഞാൻ എടുത്ത് കാണിക്കുന്ന വീഡിയോ കേട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചും കൂടെ സമയം ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പാളത്തിന്റെ കൂടെയൊക്കെ നിന്ന് ഞങ്ങളുണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കുറച്ച് പേര് അവിടെ കൂടെ നിന്നവരൊക്കെ ഒരുമിച്ച് അങ്ങനെ നിന്ന് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാൻ നീങ്ങുന്നത്. അപ്പൊ ഇതാണ് കല്യാണ മണ്ഡപം. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമായിരുന്നു. അതും ഇത്രയും ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവിടെയും മണ്ഡപമാണെങ്കിലും അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും ഫുഡിന്റെ ഒരു ഏരിയ ആണെങ്കിലും സ്നാക്സ് കാര്യങ്ങളുടെയൊക്കെ ആയാലും എല്ലാം മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി നിന്ന് പിന്നെയും ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഞങ്ങളിവിടെ ഒരുപാട് കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഫോട്ടോസും വീഡിയോസും എടുത്തിരിക്കുന്ന കല്യാണം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും ഒരു നല്ലൊരു ലുക്കായിരുന്നു അവിടെ. നമുക്ക് എത്ര ഫോട്ടോസ് എടുത്തിട്ടും മതിവരുന്നുണ്ടായിരുന്നില്ല ആർക്കും. പിന്നെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ആയാലും നല്ലപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട എന്ത് ഐറ്റവും സ്വീറ്റ്സ് ആയിട്ട് അവിടെ ഉണ്ട്. ഐസ്ക്രീം ആണെങ്കിലും അലുവ ആണെങ്കിലും പിന്നെ വേറെ ഇവിടുത്തെ UP സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആവശ്യം പോലെ ഫുഡും സ്വീറ്റ്സും ഒക്കെ ഇഷ്ടം പോലെ തന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാനൊക്കെ പറ്റി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ പിന്നെ കണ്ടില്ലേ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കണം. ഇവിടെ പിള്ളേര് അവരുടെ സെക്ഷൻ അഞ്ജലിയുടെ ഫ്രണ്ടും കൂടെ ഇവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് മൊബൈലൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവരും എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ നേരത്തെ ഫോട്ടോസും വീഡിയോസും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പയ്യെ വീട്ടിലേക്ക് തിരിക്കാൻ തുടങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴും ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ കുറച്ച് പേരൊക്കെ കണ്ടു. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറച്ച് സമയം. പിന്നെ വീണ്ടും ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരെ കണ്ടപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് പിന്നെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ സാറുമാരായാലും അവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ് ആട്ടോ. അപ്പൊ അവരും കല്യാണത്തിന് വന്നായിരുന്നു. അപ്പൊ അവരെ കണ്ടപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ ഞങ്ങളിതാ അങ്ങനെ സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും 2-3 പേരും 4 പേര് 5 പേരും ഒക്കെ ആയിട്ട് മാറി മാറി നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്ത് പോകാൻ നേരത്തും ഫോട്ടോ സെഷനൊക്കെ ഒരുവിധം തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്കിതാ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ 2-3 ടീച്ചേഴ്സ് വേറെ 2-3 പേരുണ്ട് കേട്ടോ. അപ്പൊ അവര് ഞങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.